Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ ഈസി ആയിട്ടും വളരെ ഹൈ പ്രോട്ടീനുമായിട്ടുള്ള ഒരു മെഡിറ്ററേനിയൻ ഡിഷ് ഹമ്മൂസിന്റെ റെസിപ്പിയാണ്. ആദ്യമേ തന്നെ ഹമ്മൂസ് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ചിക്ക് പീസ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ഈ ചിക്ക് പീസ് ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളക്കടല നമ്മൾ തലേദിവസം വെള്ളത്തിലൊഴിച്ച് വെച്ച് നിങ്ങൾക്ക് കാണുന്ന മാതിരി ഏകദേശം നല്ല രീതിയിൽ വലുതായിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഒരു 10 മണിക്കൂറാണിത് സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. സോക്ക് ചെയ്ത് നമ്മളുടെ ചിക്ക് പീസ് കുക്കറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് കുക്കറിൻ്റെ ലിഡ് വെച്ച് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും ബാക്കി 2 വിസിൽ സിമ്മറിലും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് ബീഫിൻ്റെ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് നമുക്കതിനെ ബീഫ് കട്ട് ചെയ്യാൻ നോക്കാം. നമ്മളിന്ന് ഈ റെസിപ്പിക്കായിട്ട് എടുക്കുന്നത് അണ്ടർകട്ട്, തണ്ടാപ്പൂള് ഇല്ലാന്നുണ്ടെങ്കിൽ ടെൻഡർലൈൻ എന്ന് പറയുന്ന ബീഫിൻ്റെ പാർട്ടാണ്. ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള മീറ്റാണ്. നമ്മൾ അതുകൊണ്ടാണ് ഈ റെസിപ്പിക്കായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ ഫാറ്റും ഇതിന് മുകളിലുള്ള സിൽവർ ലൈനും നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ട്രിമ്മിംഗ് ഒക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ നടുക്ക് തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ശരിക്കും ബീഫ് സ്റ്റേക്ക് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതും ഈ ഒരു ബീഫിൻ്റെ പാർട്ട് തന്നെയാണ്. നമ്മൾ ഈ റെസിപ്പിക്കായിട്ട് ഏകദേശം ഒരു 100 ഗ്രാം മീറ്റാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മളൊരു ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അടുത്തതായി നമുക്കിതെങ്ങനെ മാരിനേറ്റ് ചെയ്യാൻ നോക്കാം. അടുത്തതായി നമ്മൾ കട്ട് ചെയ്ത ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്യുവാനായിട്ട് കട്ട് ചെയ്ത ബീഫ് ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പൊടിച്ചെടുത്ത കുരുമുളക്, 1 ടീസ്പൂൺ സ്മോക്ക് പാപ്രിക്ക ഇല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഒറഗാനോ നമുക്ക് ഓപ്ഷണലാണ്, നിങ്ങൾക്കുണ്ടെങ്കിൽ ഇടാം. ഇതൊരു എക്സ്ട്രാ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. 1/2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു 10 തുടങ്ങി 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. തഹീനി പേസ്റ്റ് ഉണ്ടാക്കുവാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓണാക്കാം. അടുത്തതായി നമുക്ക് 50 ഗ്രാം ഇല്ലാന്നുണ്ടെങ്കിൽ 1/2 കപ്പ് വെളുത്ത എള്ള് നമുക്ക് പാനിലേക്ക് ഇടാം. പാനിലേക്ക് ഇട്ടതിന് ശേഷം നമുക്കിത് ലൈറ്റായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. അടുത്തതായി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വരാം. ഗൈസ്, അപ്പോൾ നമുക്ക് കാണാവുന്ന മാതിരി നമ്മുടെ തഹീനി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി ഇതുമാതിരി ഒരു പോറിങ് കൺസിസ്റ്റൻസി ആവുന്ന വരെ നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അടുത്തതായി നമുക്കിതെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ 1 വിസിലും സിമ്മറിൽ 3 വിസിലും അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്ക് പീസ് നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. അടുത്തതായി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ ചിക്ക് പീസ് ഇവിടെ വളരെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു ലെവലിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അടുത്തായി നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, വലുതാണെങ്കിൽ 1 നാരങ്ങയുടെ നീരും ചെറുതാണെങ്കിൽ 1.5 നാരങ്ങയുടെ നീരും കൂടെ നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. അടുത്തായി നമുക്കിതിലേക്ക് നമ്മളുണ്ടാക്കിയ തഹീനി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമ്മളുടെ ചിക്ക് പീസ് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വരാം. ഹമ്മൂസ് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല തിക്കായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഐസ് വാട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. എന്തായാലും നമ്മുടെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്തായി നമുക്കിതെടുത്ത് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത ബീഫ് നമുക്കെങ്ങനെ കുക്ക് ചെയ്തെടുക്കാൻ നോക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് നമുക്കിടാം. ബീഫ് ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പാനിൻ്റെ ലിഡ് വെച്ച് ഏകദേശം ഒരു 15 മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ബീഫ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ തന്നെ ബീഫിന് പകരം നമുക്ക് ബോൺലെസ് ചിക്കൻ ഉപയോഗിച്ച് നമുക്ക് ഈ സെയിം റെസിപ്പി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ബീഫ് ഇടയ്ക്കിടയ്ക്ക് പാനിൻ്റെ ലിഡ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈവൻലി കുക്ക് ആവാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും പാനിൻ്റെ ലിഡ് വെച്ച് നമുക്ക് ബീഫ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. കഴിച്ച് നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ബീഫ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്.
അടുത്തതായി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കിയതിന് ശേഷം നമ്മുടെ ഹമ്മൂസും ബീഫ് എല്ലാം കൂടെ നമുക്ക് എങ്ങനെ പ്ലേറ്റ് ചെയ്യാൻ നോക്കാം. നമ്മളുണ്ടാക്കിയ ഹമ്മൂസ് നമുക്ക് പ്ലേറ്റിലേക്ക് ഇടാം. അടുത്തായിട്ട് നമ്മളുണ്ടാക്കിയ ബീഫ് ഇതിൻ്റെ നടുക്കിലേക്ക് വെക്കാം. നമുക്ക് ഒലിവ് ഓയിൽ നമുക്ക് ഇതിന് മുകളിലേക്ക് ഡ്രിസിൽ ചെയ്യാം. അതിനുശേഷം നമുക്ക് കുറച്ച് പാപ്രിക്ക പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇതിന് മുകളിലേക്ക് ഇടാം. ചോപ്പ് ചെയ്ത പാഴ്സലോ ഇല്ലാന്നുണ്ടെങ്കിൽ കൊറിയാണ്ടർ ലീവ്സ് ചോപ്പ് ചെയ്ത് മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിത് കഴിക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയാണ്. നിങ്ങൾക്ക് കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ കുബൂസിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഏത് തരം ബ്രെഡിൻ്റെ കൂടെയും ഇത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.